തെങ്കാശി ജില്ലയിൽ പാപനാസത്തിൻ്റെ മുകളിൽ ഉത്ഭവിച്ച് തിരുനെൽവേലിയുടെ ഹൃദയഭാഗത്തൂടെ ഒഴുകി തൂത്തുക്കുടി കടലിൽ ചെന്ന് സംഗമിക്കുന്ന നദിയാണ് ഈ കാണുന്ന താമിരപരണി നദി. കടലിൽ എത്തുന്നതിന് മുന്നേ ഒഴുകിയെത്തുന്ന ഒരു ചെറിയ നഗരമാണ് ഈ കാണുന്ന നഗരം. സ്ഥലം തൂത്തുക്കുടി ജില്ലയിൽ തന്നെയാണ്. ആത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ നഗരമാണ് ഈ പാലം കഴിഞ്ഞാൽ ചെറിയ നഗരം. ഇവിടങ്ങളിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞ് മുതൽ മഴയാണ്. ആയതിനാൽ കലാപരിപാടികളൊക്കെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ചെറിയ ചെറിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. എങ്കിലും മഴ കാരണം പരിപാടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇന്നത്തെ കലാപരിപാടികളും നടക്കുമെന്ന് തോന്നുന്നില്ല, മഴ തന്നെയാണ്. എന്തായാലും പൊങ്കൽ പ്രമാണിച്ച് വീഡിയോ പിടിക്കാൻ എത്തിയ എനിക്ക് നിരാശനായി തന്നെ മടങ്ങേണ്ടി വരും. കാരണം ഒരിടത്തും കലാപരിപാടികൾ ഞാൻ കടന്നു പോകുന്ന ജില്ലകളിലെങ്ങും കലാപരിപാടികൾ നടക്കാൻ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നില്ല. കലാപരിപാടികൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മഴ പെയ്യുന്നതിനാൽ ആ ഒരു കലാപരിപാടി ഉണ്ടാകുകയല്ല. തന്നെയുമല്ല, ആരോഗ്യപരമായി എനിക്കും പ്രശ്നങ്ങളുണ്ട്. പനിയുള്ള ആളാണ്, എനിക്കും മഴ നനയാൻ ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന നദി തെങ്കാശി ജില്ലയിൽ പാപനാസം മലനിരകളിൽ ഉത്ഭവിച്ച് തിരുനെൽവേലിയുടെ ഹൃദയഭാഗത്തുകൂടി ഒഴുകി തൂത്തുക്കുടി കടലിൽ പോയി സംഗമിക്കുന്ന താമിരപരണി നദിയാണ്. ഇപ്പോൾ നമ്മൾ കടലിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ചെറു നഗരമാണ് ആത്തൂർ എന്ന് പറയുന്ന നഗരം. ഈ നഗരത്തിലെ ഈ പാലം കഴിഞ്ഞാൽ ആ നഗരമാണ്. ഇവിടെ നിന്നും ഏതാണ്ട് 20 കിലോമീറ്ററിൻ്റെ ഈ വഴിയെ തന്നെ 20 കിലോമീറ്റർ മുമ്പിലോട്ട് ചെല്ലുകയാണെങ്കിൽ തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ നഗരമാണ് ഈ നദി ഒഴുകിപ്പോകുന്ന അവസാന ഒരു നഗരം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് 10 കിലോമീറ്റർ മുന്നോട്ട് പോയി നേരെ കടലിൽ സംഗമിക്കുകയാണ് ഈ നദി. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് ഉള്ളതിനാൽ കൂടുതൽ മഴ നനഞ്ഞ് ഞാൻ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം താമിരപരണി നദിയിലൂടെ നമ്മൾ നടന്ന് നീങ്ങുകയാണ്. തമിഴ്നാട്ടിൽ മിനിഞ്ഞാന്ന് മുതൽ മഴ തുടങ്ങിയെന്ന് വേണം പറയാം. മിനിഞ്ഞാന്ന് 1-2 ജില്ലകളിൽ മഴയുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെ മുതൽ മഴ ശക്തമാകും എന്നതാണ് കാലാവസ്ഥ നിരീക്ഷകരുടെ പ്രവചനം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് മുതൽ മഴ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട് സംഭവിച്ചത്. കാരണം അവർ പറയുന്ന മഴ ശക്തമായി പെയ്യുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കലാപരിപാടികൾ തുടരാം. ഇങ്ങനെ പെയ്യുന്ന കാരണം ആരും തന്നെ മഴ നനയാൻ തയ്യാറാകുകയില്ല. എല്ലാവർക്കും ഭയമാണ്. മഴ ലഭിക്കുന്ന ജില്ലകളിൽ എന്തെല്ലാം കലാപരിപാടികൾ തടസ്സപ്പെട്ടാലും വൈകുന്നേരത്തോടുകൂടി ബേവറേജ് മദ്യപ്രിയന്മാരുടെ കലാപരിപാടി ഒരിക്കലും തടസ്സപ്പെടുകയില്ല. വൈകുന്നേരത്തോടുകൂടി മിക്കവാറും ഓരോ സ്ട്രീറ്റുകളിലും ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് തിരിച്ചാണ് ഇവിടുത്തെ കൾച്ചർ ലൈഫ്. ഓരോ സ്ട്രീറ്റുകളിലും വൈകുന്നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിപിടി കലാപരിപാടികൾ നടക്കുന്നത് ഒരു തെറ്റും ഉണ്ടാകുകയില്ല. അവർക്ക് മഴ പ്രശ്നമേ ഇല്ല. മദ്യം കഴിക്കുന്നവർക്ക് മഴ ഒരു തടസ്സമല്ലല്ലോ. അവർക്ക് കൂടുതൽ അരിഷ്ടം സേവിക്കാനുള്ള ക്ലൈമറ്റായി. അതുകൊണ്ട് ആ ഒരു പരിപാടി നിർബന്ധമായി നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദീപം FIS ചാനൽ. നന്ദി, നമസ്കാരം.